എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെന്നൈയുടെ ദാരുണമായ തോൽവിക്ക് പിന്നാലെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് മഹേന്ദ്ര സിംഗ് ധോണി പൊട്ടിക്കരഞ്ഞപ്പോൾ ആ വാക്കുകൾ കേട്ട് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. വിരമിക്കൽ വേളയിൽ ചെന്നൈയുടെ തോൽവിക്കുള്ള കാരണങ്ങൾ അക്കമിട്ടു പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ കണ്ണീരണിഞ്ഞ പ്രസ്താവന നമ്മെയും കരയിപ്പിക്കും. IPL 2026 ഏറ്റവും അപകടകരവും ആവേശകരവുമായ 63ാം മത്സരം ഇന്നലെ ഹൈദരാബാദും ചെന്നൈയും തമ്മിൽ MA ചിദംബരം സ്റ്റേഡിയത്തിൽ അരങ്ങേറി. ഈ സീസണിൽ ആദ്യമായി ധോണി മൈതാനത്ത് പ്രത്യക്ഷപ്പെട്ടത് ഈ സ്റ്റേഡിയത്തിലായിരുന്നു. കാത്തിരുന്ന ആരാധകർക്ക് മുഴുവൻ പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് മൈതാനത്തിറങ്ങി എന്തെങ്കിലും അത്ഭുതം കാണിക്കുമെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ ചെന്നൈയ്ക്കു വേണ്ടി പാഡ് അണിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈയ്ക്ക് സഞ്ജു സാംസൺ മികച്ച ഒരു തുടക്കം നൽകി. എന്നാൽ ഋതുരാജ് ഗേക്വാദ് വേഗം പുറത്തായതോടെ വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. കാർത്തിക് ശർമ്മയുടെ 32 റൺസും ഡെവോൾ ബ്രെവിസിന്റെ 44 റൺസുമാണ് സ്കോർ ബോർഡ് 180-ലെത്തിച്ചത്. ജീവൻ മരണ പോരാട്ടമായ ഒരു T20 മത്സരത്തിൽ ലോകോത്തര ബാറ്റ്സ്മാൻമാരുള്ള ഹൈദരാബാദിനു മുന്നിൽ 180 റൺസ് എന്നത് വെറുമൊരു കടലാസ് തോണിയായിരുന്നു. ധോണി കളിക്കളത്തിലില്ലാത്തത് ടീമിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിരുന്നെങ്കിലും ചെന്നൈ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അക്കീൽ ഹുസൈൻ ചെന്നൈയ്ക്ക് സ്വപ്നതുല്യമായ തുടക്കം നൽകി. 26 റൺസെടുത്ത അഭിഷേക് ശർമ്മയെ അദ്ദേഹം മടക്കി. അതിനു മുൻപ് തന്നെ ട്രാവിസ് ഹെഡിനെ മുകേഷ് ചൌധരി കോട്ടൺ ബോൾഡിലൂടെ പുറത്താക്കിയിരുന്നു. ആ നിമിഷം ചെന്നൈ കളി പിടിച്ചെന്നും ഈ വിജയം നേടി അവർ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുമെന്നും ഏവരും ഉറപ്പിച്ചു. എന്നാൽ അവിടെയാണ് ചെന്നൈയുടെ ഏറ്റവും വലിയ വില്ലനായി ഇഷാൻ കിഷൻ അവതരിക്കുന്നത്. വെറും 44 പന്തിൽ 6 ഫോറുകളും 2 സിക്സറുകളും പറത്തി വെടിക്കെട്ട് ശൈലിയിൽ 60 റൺസ് അടിച്ചുകൂട്ടി അയാൾ ഹൈദരാബാദിനെ മുന്നോട്ട് നയിച്ചു. 26 പന്തിൽ 47 റൺസെടുത്ത ഹെൻറിച്ച് ക്ലാസിന്റെ അവിശ്വസനീയമായ ഇന്നിംഗ്സ് ഹൈദരാബാദിന്റെ നട്ടെല്ലായി മാറി. നിതീഷ് കുമാർ റെഡ്ഡിയും തന്റെ പങ്കുവഹിച്ചു. 14 പന്തിൽ വെറും 23 റൺസ് വേണമെന്ന നിലയിലേക്ക് ഇഷാൻ കിഷൻ മത്സരത്തെ മാറ്റിമറിച്ചു. ഇഷാനിന്റെ മുഖഭാവം കണ്ടാൽ കളി ഏകപക്ഷീയമാണെന്ന് തോന്നിയിരുന്നു. എന്നാൽ ധോണിയുടെ തന്ത്രങ്ങളിൽ പരുവപ്പെട്ട ചെന്നൈ അത്ര പെട്ടെന്ന് തോൽവി സമ്മതിച്ചില്ല. കളി അവസാന പന്ത് വരെ നീളുമെന്ന് ഉറപ്പായി. പക്ഷേ ഇഷാൻ കിഷനിന്റെ അക്രമാസക്തമായ ബാറ്റിംഗ് ചെന്നൈയുടെ കൈകളിൽ നിന്ന് മാത്രമല്ല അവരുടെ കൺമുന്നിൽ നിന്ന് തന്നെ വിജയത്തെ വലിച്ചു കീറിക്കൊണ്ടുപോയി. മുകേഷ് ചൌധരിയെ ഇഷാൻ ബൗണ്ടറി കടത്തിയതിനു പിന്നാലെ സാഹിൽ അറോറയും ആഞ്ഞടിച്ചു. ഇഷാൻ പുറത്തായെങ്കിലും അപ്പോഴേക്കും മത്സരം ഹൈദരാബാദ് സ്വന്തമാക്കിയിരുന്നു. വെറും 9 പന്തിൽ 2 റൺസ് എന്ന വിജയലക്ഷ്യം ഏതു ബൌളർക്കും നേടാവുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഹൈദരാബാദ് വലിയ ഷാനോടെ തന്നെ വിജയം ആഘോഷിച്ചു. ഹൈദരാബാദ് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ സ്വന്തം തട്ടകമായ ചെപ്പോക്കിലെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ഒരു ഇതിഹാസം വിതുമ്പുകയായിരുന്നു. സാക്ഷാൽ MS ധോണി. തന്റെ കരിയറിലെ അവസാന മത്സരത്തിൽ ചെന്നൈയുടെ ഒരു വിജയം അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തന്റെ വിരമിക്കൽ സമ്പൂർണ്ണമാകാമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. എന്നാൽ ആ സ്വപ്നം പൊലിഞ്ഞതിന്റെ വേദന അദ്ദേഹത്തിന്റെ കണ്ണുനീരായി പെയ്തിറങ്ങി. വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഹൃദയഭേദകമായ പ്രസംഗത്തിൽ അദ്ദേഹം ഈ പരാജയത്തിന്റെ 5 പ്രധാന കാരണങ്ങൾ അക്കമിട്ടു പറഞ്ഞു. അതിങ്ങനെയായിരുന്നു: ഈ നിമിഷത്തെ വികാരം വാക്കുകളിൽ ഒതുക്കുക എനിക്ക് അസാധ്യമാണ്. ഉള്ളുകൊണ്ട് വല്ലാതെ തളർന്നിരിക്കുന്നു. എന്റെ സ്വന്തം മൈതാനത്ത് നിന്ന് ഒരു തോൽവിയോടെ വിട വാങ്ങേണ്ടി വരുന്നത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. താരങ്ങൾ പരമാവധി ശ്രമിച്ചെങ്കിലും ഞങ്ങൾക്ക് ചില വലിയ പിഴവുകൾ സംഭവിച്ചു. എന്റെ പ്രിയപ്പെട്ട ആരാധകരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ചെന്നൈയുമായുള്ള എന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ ടീമിന്റെ ചുക്കാൻ പിടിക്കേണ്ടത് യുവതാരങ്ങളാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ടീം മൈതാനത്ത് കാട്ടിക്കൂട്ടിയത്. ഈ മത്സരം നമുക്ക് ജയിക്കാമായിരുന്നു. പക്ഷേ ഈ 5 കാരണങ്ങൾ നമ്മെ തോൽവിയിലേക്ക് തള്ളിവിട്ടു. അതിലൊന്നാമത്തേത്, ഹൈദരാബാദിനെതിരെ ഒരു T20 മത്സരത്തിലിറങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ കുറഞ്ഞത് 220 റൺസെങ്കിലും വേണ്ടിയിരുന്നു. എന്നാൽ നമ്മുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തികച്ചും പരാജയപ്പെട്ടു. അതുപോലെ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന്റെ നിരുത്തരവാദിത്വ ബാറ്റിംഗ് ടീം ആത്മവീര്യം കെടുത്തി. നായകൻ പരാജയപ്പെടുന്നത് മുഴുവൻ ടീമിനെയും ബാധിക്കും. ആ ഗൗരവം അദ്ദേഹം കാണിച്ചില്ല. പലപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ സഞ്ജു ആയിരുന്നു ക്യാപ്റ്റനെങ്കിൽ ടീമിന് ഇതിൽ കൂടുതൽ വിജയസാധ്യതകൾ ഉണ്ടായേനെ. ബട്ട് സാഹചര്യങ്ങൾ നമുക്കെതിരായിരുന്നു. മറ്റൊന്ന്, 180 റൺസ് പ്രതിരോധിക്കാൻ മികച്ച ഒരു തുടക്കം കിട്ടിയിട്ടും ബോളർമാർക്ക് അത് മുതലാക്കാൻ കഴിഞ്ഞില്ല. ഇഷാൻ കിഷനിന്റെ വിക്കറ്റ് വീഴ്ത്താൻ കഴിയാത്തത് നമുക്കൊരു ശാപമായി മാറി. ഇതൊന്നും പോരാത്തതിന് കൈകളിൽ എണ്ണ പുരട്ടിയതുപോലെയാണ് താരങ്ങൾ ഫീൽഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. എണ്ണമറ്റ ക്യാച്ചുകളാണ് അവർ നിലത്തിട്ടത്. അൺഫോർച്ചുനേറ്റ്ലി 5ാമത്തെ കാരണം ഞാൻ തന്നെയാണ്. ഇന്ന് നായകനായോ കളിക്കാരനായോ ഞാൻ ആ ടീമിനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ അവരെ വിജയത്തിലെത്തിക്കുമായിരുന്നു. പക്ഷേ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ധോണി വിങ്ങിക്കൊണ്ട് അവസാനിപ്പിച്ചു. ധോണിയുടെ ഈ വികാരനിർഭരമായ വാക്കുകൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ അവിശ്വസനീയമായ യാത്രയെക്കുറിച്ചും വിരമിക്കലിനെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.